SOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന വിഷയത്തിലെ ബ്ലോക്ക് 1-ലെ രണ്ടാമത്തെ യൂണിറ്റ്. ആ യൂണിറ്റിൽ നിന്നുള്ള ഒരു എസ്സേ ആണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് ആൻ ഇൻഡോളജിക്കൽ വ്യൂ ഓഫ് ഇന്ത്യ. ഇതിൽ ഇൻഡോളജിക്കൽ വ്യൂവിനെ കുറിച്ചും അതുപോലെ തന്നെ കൊളോണിയലിസ്റ്റ് വ്യൂവിനെ കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. നാഷണാലിസ്റ്റ് വ്യൂവിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ച് ഇൻഡോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നതും ഈ യൂണിറ്റിൻ്റെ അന്വേഷണമാണ്. അപ്പോൾ തന്നെ ഈ യൂണിറ്റിൻ്റെ മറ്റൊരു അന്വേഷണമാണ് എന്താണ് നാഷണാലിസ്റ്റുകളുടെ കാഴ്ചപ്പാട്, എന്താണ് അവിടുത്തെ കൊളോണിയലിസ്റ്റുകളുടെ കാഴ്ചപ്പാട്, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കാഴ്ചപ്പാട്. ഇത് മൂന്നും പറയാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 2 പറയുന്നത്. നമുക്ക് ആദ്യം ഇൻഡോളജിസ്റ്റുകളുടെ വ്യൂ എന്ന എസ്സേ ആണ് ഇവിടെ കാണുന്നത്. അത് ഒരു പരീക്ഷയ്ക്ക് എസ്സേ ആയിട്ട് ചോദിച്ചാൽ എങ്ങനെ ഉത്തരവെഴുതണം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡോളജി ഈസ് നോൺ ആസ് ദ സയൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. എന്താണ് ഇൻഡോളജി എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഉള്ള ഒരു ശാസ്ത്രമായിട്ടാണ് ഇൻഡോളജിയെ നമ്മൾ പറയുക. സോഷ്യോളജി സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബയോളജി, അഥവാ ജീവലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇൻഡോളജി എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണ്. ഇൻഡോളജി ഈസ് നോൺ ആസ് ദ സയൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. സോ ഇൻഡോളജി എന്ന സയൻസ് എങ്ങനെ രൂപം കൊണ്ടു എന്നതിൻ്റെ പിന്നിലുള്ള ഒരു കഥയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ത്യക്കൊരു മഹത്തരമായൊരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യ ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ്. ആ ഭൂതകാലത്തിലെ ഇന്ത്യൻ സമൂഹം വളരെ ഔന്നത്യത്തോടുകൂടി നിലനിന്നിരുന്നെന്നും ഇന്ത്യയുടെ മഹത്തായ ഒരു കൾച്ചർ, സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ഔന്നത്യം ഉണ്ടായിരുന്നു. സാമ്പത്തികമായും ഒക്കെ ഇന്ത്യൻ സമൂഹം മെച്ചപ്പെട്ട രീതിയിലായിരുന്നു എന്നൊക്കെ പറയുന്ന, ഇന്ത്യയുടെ പുസ്തകങ്ങളും ശാസ്ത്ര അറിവുകളും ഒക്കെ വിലപ്പെട്ടതായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കൂട്ടം പഠനങ്ങൾ, വിദേശീയരായിട്ടുള്ള ആളുകൾ തന്നെ നടത്തിയ പഠനങ്ങൾ, അത് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇൻഡോളജി എന്ന ഈ പറയുന്ന സയൻസ് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇൻഡോളജിക്കൽ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ പഠനം നടത്തിയ ആളുകളുടെ കാഴ്ചപ്പാടാണ്. അത് പ്രകാരം ഒരു അവകാശവാദം, ഒരു ക്ലെയിം പറയുന്നത് ഇതാണ്: they claim to understand Indian society through the concepts, theories and framework that are closely associated with Indian civilization. ഇന്ത്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ, അത്തരം ചട്ടക്കൂടുകളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു ആശയമാണ് ഇൻഡോളജി എന്ന് പറയുന്നത്. ഇറ്റ് മേഡ് എ ക്ലെയിം ദാറ്റ്, ഈ ഇൻഡോളജി എന്ന് പറയുന്ന അതിൽ പറയുന്ന അവകാശവാദി ഇതാണ്: ഇന്ത്യൻ സൊസൈറ്റി ഈസ് യൂണിക് ഇൻ സ്ട്രക്ചർ. ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ ഘടനയിൽ തനതാണ്. അതിനെപ്പോലെ വേറൊരു സമൂഹം ലോകത്ത് എവിടെയും ഇല്ലെന്നർത്ഥം. അത് വേർതിരിഞ്ഞ് നിൽക്കുന്ന, ലോകത്തുള്ള മറ്റ് ഇതര സമൂഹങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നു ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഇൻഡോളജി. ഫങ്ഷൻ ആൻഡ് ഡൈനാമിക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഘടന മാത്രമല്ല, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ ചലനാത്മകത എല്ലാം ലോകത്തിലുള്ള ഇതര സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്നർത്ഥം. ആൻഡ് കനോട്ട് ബി അസോസിയേറ്റഡ് വിത്ത് യൂറോപ്യൻ സൊസൈറ്റി. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയെയോ പ്രവർത്തനത്തെയോ അതിന് നാളിതുവരെയുള്ള വളർച്ചയും വികാസവും അത്തരത്തിലുള്ള പുതുമാറ്റങ്ങളും ഒന്നും യൂറോപ്യൻ സമൂഹത്തോട് താരതമ്യപ്പെടുത്താനേ പറ്റില്ല, അസോസിയേറ്റ് ചെയ്യാനേ പറ്റില്ല എന്നാണ് ഇൻഡോളജി പഠനത്തിൽ പറയുക. സോ ഇൻഡോളജി റിലൈസ് ഓൺ ബുക്ക് വ്യൂ ആൻഡ് കൾച്ചർ. ഇൻഡോളജി പ്രധാനമായും പുസ്തകങ്ങളെയും പഴയകാല പുസ്തകങ്ങൾ, ബുക്ക് വ്യൂ, അതിൻ്റെ കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ആൻഡ് ഡിനൗൺസസ് റിഗറസ് എംപിരിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. തീവ്രമായ ഫീൽഡിൽ ഇറങ്ങിയുള്ള അനുഭവ സമ്പത്ത് നേടിക്കൊണ്ടുള്ള ഗവേഷണങ്ങൾക്ക് ഒക്കെ അത് ഡിനൗൺസ് ചെയ്യുന്നു, തള്ളിക്കളയുന്നു. അത് ബുക്ക് വായിച്ച് പഠിക്കുക, ഇന്ത്യനെ അങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഇൻഡോളജിസ്റ്റുകളുടെ പൊതുവെയുള്ള ശ്രമം. കാരണം വിദേശികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്ത്യയുടെ നാടുകളിൽ ഇറങ്ങി ജനങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങി പഠിക്കുന്ന പതിവ് സോഷ്യോളജിസ്റ്റുകളുടെയോ ആന്ത്രപ്പോളജിസ്റ്റുകളുടെയോ രീതി അവർക്ക് അത്ര എളുപ്പത്തിൽ സാധ്യമായിരുന്നില്ല. ഗതാഗത സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് പഠന സൗകര്യങ്ങളോ ഒക്കെ കുറവുള്ള ഒരു കാലത്ത്. അതുകൊണ്ട് അവർ ബുക്ക് വ്യൂവിലൂടെയാണ് കൂടുതൽ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങി തിരിച്ചത്. ജർമ്മൻകാരനായിട്ടുള്ള മാക്സ് മുള്ളർ ആണെങ്കിലും അല്ലെങ്കിൽ വില്യം ജോൺസ് ആണെങ്കിലും ഒക്കെ, ഇംഗ്ലീഷുകാരനായിട്ടുള്ള വില്യം ജോൺസ് ആണെങ്കിലും ഒക്കെ അവർ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങി തിരിച്ചു. അവരൊക്കെ ഇൻഡോളജിസ്റ്റുകളായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളിൽ നേരിട്ട് പോയി അനുഭവത്തിലൂടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്ന രീതി ആയിരുന്നില്ല സ്വീകരിച്ചത്. പിന്നെയോ ഒരുതരം ബുക്ക് വ്യൂ ആയിരുന്നു ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനും റിഗറസ് ആയിട്ടുള്ള എംപിരിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് സാധിച്ചില്ല. അത്തരത്തിലുള്ള സാധ്യതയെ അവർ തള്ളിക്കളയുകയാണ് ചെയ്തത്.
എന്തുവാട്ടെ, Indology is both an approach to study the Indian society and also an independent discipline with the Indian society. ആ സബ്ജക്റ്റ് മാറ്റർ ഇന്ത്യൻ സൊസൈറ്റിയെ ഒരു സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ, സ്വതന്ത്ര പഠന ശാഖ എന്ന രീതിയിൽ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. In both the form of Indology consists of studying language, beliefs, ideas, forms, customs, taboos, codes, institutions, rituals, ceremonies and other related components of culture. സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സംസ്കാരം എന്ന വാക്കിനോട് ബന്ധപ്പെടുത്താവുന്ന കുറെ ആശയങ്ങളുണ്ട്. ഒരു ഭാഷ, ഒരു നാടിന്റെ ഭാഷ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെടുത്താവുന്ന കണക്ട് ചെയ്യാവുന്ന ഒരു ലിങ്ക് ചെയ്യാവുന്ന ഒരു പോയിന്റാണ്. അവിടുത്തെ വിശ്വാസങ്ങൾ അവിടുത്തെ കൾച്ചറിന്റെ ഭാഗമാണ്. അവിടുത്തെ ആശയഗതികൾ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അഥവാ കസ്റ്റംസ്, അവിടുത്തെ ടാബൂസ് അഥവാ വിലക്കുകൾ, അവിടുത്തെ കോഡുകൾ, പ്രതീകങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടുത്തെ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സോഷ്യോളജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോന്നാണ്? ഈ മതം ഒരു സ്ഥാപനമാണ്, വിവാഹം ഒരു സ്ഥാപനമാണ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. ഇനി റിച്വൽസ്, അനുഷ്ഠാനങ്ങൾ, സെറിമോണീസ്, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ ആൻഡ് അതർ റിലേറ്റഡ് കമ്പോണൻസ്. ഇതെല്ലാം കൾച്ചറുമായി പിന്നെ എന്തൊക്കെ കമ്പോണൻസിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചേർന്നതാണ് ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ ഇൻഡോളജി എന്ന് പറയുന്നത് ലാംഗ്വേജിനെയും ഇത്തരത്തിലുള്ള ഇന്ത്യൻ കൾച്ചറിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു ഏർപ്പാടാണ്. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. സോ ഇൻഡോളജി ഡിമാൻഡ്സ് ഇന്റർഡിസിപ്ലിനറി, മൾട്ടിഡിസിപ്ലിനറി ആൻഡ് ക്രോസ് ഡിസിപ്ലിനറി അപ്രോച്ച്. അപ്പോൾ ഇൻഡോളജിക്ക് പല ശാസ്ത്രങ്ങളിൽ കയറി ഈ ഇറങ്ങിയുള്ള ഒരു പഠനം ആവശ്യമാണ്. ഒറ്റ ശാസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കില്ല ഇൻഡോളജി പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർഡിസിപ്ലിനറി ആണ്, മൾട്ടി ഡിസിപ്ലിനറി, ഒന്നിലേറെ ശാസ്ത്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന പഠനത്തെ നമ്മൾ പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ക്രോസ് ഡിസിപ്ലിനറി. ഒരു ശാസ്ത്രം മറ്റൊരു ശാസ്ത്രത്തിലേക്ക്, ഇന്ത്യൻ എക്കണോമിക്സിലേക്ക് കയറി വീഴുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ എക്കണോമിക്സ് ഇപ്പൊ ഇന്ത്യൻ സോഷ്യോളജിയിലേക്ക് കയറി വീഴുന്നുണ്ട്. എക്കണോമിക്സ് വേറൊരു ഡിസിപ്ലിൻ ആണ്, സോഷ്യോളജി വേറൊരു ഡിസിപ്ലിൻ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ വാന നിരീക്ഷണ ശാസ്ത്രം, ഇന്ത്യൻ ജ്യോതിശാസ്ത്രം അതിലേക്ക് കയറി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മാത്തമാറ്റിക്സിലേക്ക് അന്വേഷണങ്ങൾ കടന്നു ചെല്ലുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ക്രോസ് ഡിസിപ്ലിനറി അപ്രോച്ച് ആവശ്യമുള്ള തരം പഠനം തന്നെയാണ് ഈ ഇൻഡോളജി പഠനം എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇൻഡോളജി ഈസ് ഓൾസോ ഓൾഡർ ദാൻ സോഷ്യോളജി. നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുന്ന ശാസ്ത്രം ലോകത്തിലുണ്ടായിട്ട് 150 കൊല്ലത്തിന് ചില്ലാനായിട്ടുള്ളൂ. എന്നാൽ അതിനേക്കാൾ പഴക്കമുണ്ട് ഇൻഡോളജി ഉണ്ടായിട്ടെന്ന് പറയാം. അതായത് 1789 ആണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അതിനൊക്കെ ശേഷമാണ് സോഷ്യോളജി ഉണ്ടാകുന്നത്. 1798 സോഷ്യോളജിയുടെ പിതാവ് എന്ന് പറയുന്ന അഗസ്തോംസ് ജനിക്കുന്നത് തന്നെ. അപ്പോഴും സോഷ്യോളജി ഉണ്ടായിട്ടില്ല, സോഷ്യോളജിയുടെ പിതാവ് ജനിച്ചിട്ടേ ഉള്ളൂ. അതും കഴിഞ്ഞ് 1830 ആകുമ്പോഴാണ് അദ്ദേഹം സോഷ്യോളജി എന്ന പദപ്രയോഗം ഉപയോഗിച്ച് ഒരു ശാസ്ത്രത്തിന് രൂപം കൊടുക്കുന്നത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ അപ്പൊ അതിനൊക്കെ മുമ്പ് തന്നെ 1784 കൽക്കട്ടയിലെ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി